നുമ്മ ചാനൽ ചർച്ചയിൽ വരുന്ന AICC വക്താവ് ഷമാ മുഹമ്മദില്ലേ, അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ സ്ത്രീ പ്രാതിനിധ്യം ഇല്ലെന്ന് ഒരു പരമാർത്ഥം പറഞ്ഞുപോയി. എനിക്കെന്താ സങ്കടം എന്ന് പറഞ്ഞാൽ, എൻ്റെ നേതാവ് രാഹുൽ ജി പറഞ്ഞിരിക്കുക കഴിഞ്ഞ മഹിളാ കോൺഗ്രസ് പ്രോഗ്രാം കൊച്ചിയിൽ നിന്ന് 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 50% സ്ത്രീ മുഖ്യമന്ത്രി ആയിരിക്കണം. സ്ത്രീകൾ സ്റ്റേജുമില്ല, സ്ത്രീകൾ താഴ്ത്തിരിക്കുക, അവർ സ്റ്റേജുമിലിരിക്കണം. സ്ത്രീകൾക്ക് നിങ്ങൾ പ്രതിനിധി കൊടുക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 2 എണ്ണമായിരുന്നു. പക്ഷേ സ്ത്രീ സംവരണത്തിൻ്റെ ശേഷം വന്നതിൻ്റെ ബില്ല് പാസ് ചെയ്തതിൻ്റെ ശേഷം ഒരാളേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ സങ്കടം. നമുക്കിവിടെ ഇഷ്ടം പോലെ മുസ്ലിം സ്ഥാനാർത്ഥിയുണ്ട് മത്സരിക്കാൻ. വടകര അത് വന്നത് എവിടെ നിന്നാണ്? പാലക്കാട് നിന്നാണ്. കേരളയിൽ യെസ്, പട്ടികയിൽ 15 പറഞ്ഞു. മലബാർ ഏരിയയിൽ ഒരു ന്യൂനപക്ഷത്തിനോട് വേറെ പാർട്ടി ഉണ്ടല്ലോ, അവിടെ ആ പാർട്ടി ഉണ്ടല്ലോ, അവിടുത്തെ സ്ഥാനാർത്ഥി ഉണ്ട്, അത് ശരിയല്ല. ഇവിടെയും ന്യൂനപക്ഷം വളരണം, ഇവിടെയും അവർക്ക് സ്ഥാനം കൊടുക്കണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. കോൺഗ്രസിലെ പല്ലുപോയ സിംഹം സടകുടങ്ങെണീറ്റ് പറഞ്ഞു, അവർ കോൺഗ്രസിലെ ആരുമല്ല. മറ്റെന്തെങ്കിലും വേണോ പുകിലിന്? അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. അവരൊന്നും ക്ഷമയില്ലാത്ത ക്ഷമ FBയിൽ മറുപടിയുമായി എത്തി. പിന്നാലെ നമ്മുടെ മൈലാഗ്നി സതീശനില്ലേ, ഓട്ടവും തുടങ്ങി. ഇലയ്ക്കും മുള്ളിനും കുഴപ്പമില്ലാതെ പ്രശ്നം തീർക്കണ്ടേ? ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്ന KPCC അധ്യക്ഷൻ K സുധാകരന്റെ പ്രസ്താവനയ്ക്കാണ് ഫേസ്ബുക്കിലൂടെയുള്ള ഷമാ മുഹമ്മദിന്റെ പരോക്ഷ മറുപടി. കോൺഗ്രസ് വക്താവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിന്റെ സ്ക്രീൻഷോട്ട് മൈ ID എന്ന പേരിലാണ് ഷമാ മുഹമ്മദ് പങ്കുവച്ചത്. പ്രസിഡന്റ് ആ ഉദ്ദേശത്തിലൊന്നല്ല പറഞ്ഞത്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവരിനി ഒരു കാര്യവും അങ്ങനെ പറയില്ല. അവർ പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വനിതകൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സിറ്റിംഗ് MPമാരൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് തെറ്റൊന്നുമില്ല, പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടുതൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണമായിരുന്നു, കൊടുക്കാൻ പറ്റിയില്ല. പ്രായോഗികമായി സോഷ്യൽ ബാലൻസും എല്ലാം നോക്കി വന്നപ്പോൾ ഞങ്ങളെ കൊണ്ട് അത് സാധിച്ചില്ല. അതിലൊരു കുറ്റബോധം ഞങ്ങൾക്കുണ്ട്. പുരകത്തുമ്പോൾ വാഴ വെട്ടാൻ പത്മേശിയും മറന്നില്ല കേട്ടോ. ഇതി കർത്തവ്യം മൂടിയായിരിക്കുന്ന ക്ഷമചേച്ചിയെ BJPയിലേക്കും ക്ഷണിച്ചു. തീർച്ചയായിട്ടും ആർക്കൊക്കെ മനസ്സിന് വിഷമമുണ്ട് അവരൊക്കെ വരും. ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ആരൊക്കെ വരുന്നുണ്ട നിങ്ങൾ കിട്ടും. അപ്പോഴേക്കും നമ്മളൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ടാവും. കാരണം അതിനേക്കാളും പ്രഭവന്മാരെ വരാൻ പറ്റും. ഇനി തീരുമാനം ക്ഷമചേച്ചിയുടേതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.